ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് വരുന്നത് ഹൗ ടു എഡിറ്റ് സ്പ്ലാഷ്. അതിന് വേണ്ടി നമുക്ക് പിക്സാർട്ട് എന്ന ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നമുക്ക് സി ഓളിൽ ക്ലിക്ക് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക, വൈറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ടൂൾസിൽ പോയിട്ട് ക്രോപ്പ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഏതാണോ സൈസ് വേണ്ടത് ആ സൈസ് കൊടുക്കാൻ പോർട്രേറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെ തന്നെ സ്റ്റിക്കർ ഓപ്ഷനിൽ പോയിട്ട് സ്പ്ലാഷ് എഫക്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്പ്ലാഷ് എഫക്റ്റിന് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സ്പ്ലാഷ് എഫക്റ്റ് നമുക്ക് കിട്ടും. അതിൽ ഞാനൊരു ബ്ലാക്കാണ് ഇപ്പോൾ സെലക്ട് ചെയ്യണത്. ഈ കാണുന്നതാണ് ഞാൻ സെലക്ട് ചെയ്യണത്. അത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് വലുതാക്കി ഒന്ന് സെറ്റ് ചെയ്യാം. അതിനുശേഷം ആഡ് ഫോട്ടോയിൽ പോയിട്ട് ഏത് ഫോട്ടോ ആണെന്ന് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ ഫോട്ടോ അങ്ങനത്തെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കവർ ചെയ്ത് വെക്കുക. അതിനുശേഷം താഴത്തെ വരുന്ന ബ്ലെൻഡ് ഓപ്ഷനിൽ പോവുക. അതിനകത്ത് ലൈറ്റനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പം സ്പ്ലാഷിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫോട്ടോ ഇരിക്കുന്ന പോലെ കാണാം. ഇങ്ങനെയാണ് സ്പ്ലാഷ് എഫക്റ്റ് സെറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അടിയിൽ നിന്ന് ടൈപ്പ് ചെയ്യാം, സ്റ്റിക്കർ സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കേണ്ട ആവശ്യം, ജസ്റ്റ് ഒരു മോഡലാണ്. അതുകൊണ്ടാണ് വീഡിയോ സ്പീഡ് കൂട്ടിയത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് 2 സ്റ്റിക്കർ വേണം. ഒരു ബട്ടർഫ്ലൈയുടെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു, ഒരു ഫെദറിൻ്റെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 900 സബ്സ്ക്രൈബേഴ്സായി 1K ഉടനെ ആക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കും.